ഒരുപാട് വർഷങ്ങളായിട്ട് ഫുഡിനെ കുറിച്ച് പറയുന്ന ആളാണ്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു സന്ദർഭം എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. അത് ഏത് എഴുത്തുകാരിൽ വരെ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഓരോ കോണ്ടെക്സ്റ്റിലും സന്ദർഭത്തിലും പറയുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. സെയിം കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ മലക്കം പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. നിങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇന്നിപ്പോൾ നമുക്ക് പോവാം, ഒരു ഈശയെ കാണിച്ചിടാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരാളെ കണ്ടുപിടിച്ചോ, ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്യാൻ, അവിടെ മാത്രമല്ല തൃപ്പൂണിത്തുറ റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്യാൻ. ഒരാഴ്ചക്ക് അയാളുടെ ശമ്പളം നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ കൊടുക്കാം. ഈച്ചനെ കണ്ടുപിടിക്കാനാണ്? കണ്ടുപിടിക്കും സാറേ. ഇപ്പം ഈ ഫ്ലാറ്റ് ഇവിടെ ഇപ്പം ഈച്ചയില്ലല്ലോ, നാളെ ഇവിടെ ഈച്ച ഉണ്ടാവില്ല എനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും? അതായത് നമ്മൾ സംസാരിച്ചു വന്ന കാര്യം നമുക്കറിയില്ല. അല്ല, ഈച്ചയുടെ കാര്യത്തിൽ അവിടെ ഈച്ച ഇല്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏതൊരു സാധാരണ കൊച്ചിയിലെ ഒരു ബിൽഡിങ്ങിൽ കാണുന്നതിൽ കൂടുതൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും പക്ഷെ നമ്മൾ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്, അവിടെ വന്ന് നോക്കൂ, ഈച്ചനെ കാണാൻ പറ്റുന്നത് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷെ ഇപ്പൊ അത് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ മാറ്റമുണ്ട്. കാരണം കൊച്ചിയിൽ കാണാൻ പറ്റുന്ന ഈച്ചയുടെ ക്രമാതീതമായിട്ടുള്ള കണക്കിനേക്കാൾ കൂടുതൽ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ല. അത് ഒരു സെക്കൻഡ്, കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് അതിനും കൂടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ മെനക്കെടാന്നാണ്.